ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ മാത്രം 95,000 ഭക്തർ ദർശനത്തിന് എത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി 5,500 പേരാണ് ഇന്നലെ എത്തിയത്. മണിക്കൂറുകൾ വരി നിന്നാൽ മാത്രമേ ഭഗവാനെ ദർശിക്കാൻ സാധിക്കൂ എന്നത് തന്നെയാണ് നിലവിലത്തെ അവസ്ഥ. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുകയാണ്. അരുൺ, എന്തായാലും ശബരിമലയിൽ ഇന്നും ഭക്തജന തിരക്ക് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിലുള്ള ഒരു ക്യൂ അരുണിന് പിന്നിലുണ്ട്. എന്താണ് അന്തരീക്ഷമൊക്കെ എങ്ങനെയാണ് അരുൺ? തീർച്ചയായും കഴിഞ്ഞ 2-3 ദിവസമായി വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയിരുന്നു, ഭക്തർ എത്തിയിരുന്നു. ആ ഭക്തരുടെ എണ്ണം 1,17,000 ആയിരുന്നു. എന്തായാലും അതിന് സമാനമായ രീതിയിലുള്ള ഒരു തിരക്ക്, ശരാശരി 1 ലക്ഷത്തിലേക്കുള്ള ഒരു തീർത്ഥാടകരാണ് ശബരിമലയിൽ ഒരു ദിവസം നിലവിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. 75,000 പേരായിരുന്നു ഇന്നലെ 11 മണി വരെ കയറുന്നത്. പിന്നീട് അത് വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ മൊത്തം 95,000-ഓളം ഭക്തർ ശബരിമല ദർശനത്തിനായി എത്തി. അതോടൊപ്പം തന്നെ പമ്പലും നിലയ്ക്കലുമൊക്കെ തന്നെ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ തിരക്കിൻ്റെ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തായാലും പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഇന്നലെ രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹത്തിൽ തന്നെയാണ് ശബരിമല സന്നിധാനമുള്ളത്. പക്ഷേ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും. എല്ലാ ഇടങ്ങളിലും വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടികൾ അത് നേരത്തെ തന്നെ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കൊക്കെ തന്നെ ആദ്യ ദിവസങ്ങളിൽ പോയിരുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി പ്രശ്നങ്ങൾ അത് ഒരിക്കലും തന്നെ ഉണ്ടാകരുതെന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം തന്നെയായിരുന്നു അധികൃതർ നേരത്തെ ഉന്നയിച്ചിരുന്നത്. കാരണം ആ ആദ്യ ദിവസങ്ങളിലുണ്ടായ വലിയ വീഴ്ച, ഗുരുതരമായ വീഴ്ച ഇനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്ത വീഴ്ച, അത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തിരക്ക് വർദ്ധിക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക കൂടി ഉദ്യോഗസ്ഥർക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സേനകളുടെ ഒരു സാന്നിധ്യം കൂടി ശബരിമല സന്നിധാനത്ത് കൃത്യമായി തന്നെയുണ്ട്. തിരക്ക് നിയന്ത്രണങ്ങളിലടക്കം ഏതൊരു അടിയന്തര സാഹചര്യത്തിലും ഇടപെടാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥരാണ് ശബരിമലയിലുള്ളത്. പ്രത്യേകിച്ച് RAFന്റെ 140 പേരടങ്ങുന്ന സംഘം ശബരിമലയിലേക്ക് എത്തുമ്പോൾ 70 പേരടങ്ങുന്ന സംഘമാണ്, NDRFന്റെ 70 പേരടങ്ങുന്ന സംഘമാണ് ഈ തിരക്ക് നിയന്ത്രണത്തിൽ സന്നിധാനത്തും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ പമ്പയിലടക്കം നിലവിൽ ഉള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തിരക്ക് വരും ദിവസങ്ങളിലും തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 12 വിളക്കിലേക്ക് വരികയാണ്. 12 വിളക്ക് കഴിഞ്ഞാൽ ഈ മലയാളികളായുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു ഗണ്യമായ വർധനയുണ്ടാകും. അങ്ങനെ ഈ സ്പോട്ട് ബുക്കിംഗ് 5,000 നിജപ്പെടുത്തിയെങ്കിലും മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ, ഇതുവരെയും ബുക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയാണ് സന്നിധാനത്തേക്ക് ദർശനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ 5,000 എന്നുള്ള ഒരു സംഖ്യയിലേക്ക് നിജപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ജനുവരി വരെയും വെർച്വൽ ക്യൂ പൂർണ്ണമായിട്ടും ഒരു ദിവസം 70,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു ഭക്തജന പ്രവാഹം ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുകയും ചെയ്തത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ തിരക്ക് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ്. അതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെയാണ് നിലവിലെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കോംപ്ലക്സുകളിലടക്കം വെള്ളം കൊടുക്കുന്നതും ഒക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ പമ്പയിലും സ്ഥിതിഗതികൾ ഇന്നലെ വൈകുന്നേരം വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മണിക്കൂറുകൾ ഈ ഭക്തരെ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ആ നിലവിൽ കൃത്യമായി തന്നെ സന്നിധാനത്തെ തിരക്ക് ഒഴിയുന്നതിനനുസരിച്ച് പമ്പയിൽ നിന്നും ഭക്തരെ ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. രാഹി, ദേവസ്വം ബോർഡ് യോഗം തിരുവനന്തപുരത്ത് ആസ്ഥാനത്ത് ചേർന്നിരുന്നു. ഇന്നലെ ജയകുമാർ അദ്ദേഹം പറഞ്ഞത് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ നിലയ്ക്കലിൽ തുടങ്ങും, ഒപ്പം തന്നെ ഈ അന്നദാനത്തിലൊക്കെ സമഗ്രമായ ഒരു മാറ്റം, അതെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. ഇതെല്ലാം തന്നെ ഭക്തജനങ്ങളുടെ സൗകര്യങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അതിലേത് പ്രായോഗികമായ തലത്തിലേക്ക് എത്തുമ്പോൾ അതിനൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഇപ്പോൾ അടിസ്ഥാനപരമായി ഭക്തർക്ക് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അവർക്ക് കൃത്യമായി വെള്ളം കൊടുക്കുക. മണിക്കൂറുകളാണ് വരി നിൽക്കുന്നത്. ആ സമയങ്ങളിൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് പറയാതെ തന്നെ അറിയാം. അവർക്ക് ഭക്ഷണം എന്ന രീതിയിൽ കൊടുക്കുന്നത് ബിസ്ക്കറ്റാണ്. ആ ബിസ്ക്കറ്റുകൾ കൃത്യമായി തന്നെ കുഞ്ഞു മാളികപ്പുറങ്ങളും കുഞ്ഞു അയ്യപ്പന്മാരും ഒക്കെ തന്നെ ഈ നടപ്പന്തലിനും അതോടൊപ്പം തന്നെ വരുന്ന വഴികളിലുമൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശൗചാലയങ്ങളുടെ ഒരു അഭാവം. അതൊരു വലിയ പ്രശ്നമായി തന്നെ ശബരിമല സന്നിധാനത്ത് നിൽക്കുകയാണ്. നമുക്ക് ഈ ഒരു സീസണിലല്ല ആ ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. പല വർഷങ്ങളിലും ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടുമ്പോൾ അടിയന്തരമായുള്ള നടപടി എടുക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലേക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ ഇതുവരെയും ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിരിവെക്കുന്നതിനുള്ള സൗകര്യം. ഈ മല കയറി എത്തുന്ന ഭക്തർക്ക് വിരിവെക്കുന്നതിനൊരു കൃത്യമായ സംവിധാനങ്ങൾ ഇല്ല. അത് പലപ്പോഴും ഈ എവിടെയെങ്കിലുമൊക്കെ തന്നെ വിരിവെച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഭക്തർ പോകുന്നു. പല സ്ഥലങ്ങളിലും വൃത്തിഹീനമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തന്നെ വിരിവെക്കേണ്ട ഒരു ഗതികളിലേക്ക് ഭക്തർ പോകുന്നു. അങ്ങനെ അടിസ്ഥാനപരമായുള്ള ആവശ്യങ്ങൾ അത് പ്രധാനമായും നിർവഹിക്കുക എന്നതാണ് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചോളം ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. ആ ആവശ്യങ്ങൾ നിറവേറ്റിയതിനു ശേഷം മാത്രമായിരിക്കണം അത്തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോകേണ്ടത്. എന്തായാലും തുടക്കത്തിലുണ്ടായ ആ കുറ്റകരമായ അനാസ്ഥ ആ ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നു. എന്തായാലും നട തുറന്ന ആ ദിവസം തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയതാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ ലൈവ് തോണിൽ നമ്മൾ ഇവിടെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. അത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം അതൊരു വലിയ വെല്ലുവിളിയാകും, വിലങ്ങുതടിയാകുമെന്ന് നമ്മൾ കൃത്യമായി തന്നെ അക്കമിട്ട് ഓരോ സ്പോട്ടിൽ നിന്നും കൃത്യമായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ആ സമയങ്ങളിൽ ഒന്നും തന്നെ ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. വലിയൊരു ആപത്തിലേക്ക് സന്നിധാനം പോകുന്ന ഒരു സാഹചര്യം വന്നിരുന്നു. എന്തായാലും അതിനുശേഷം ഹൈക്കോടതിയുടെ ഒരു വിമർശനം അത് അക്കമിട്ട് തന്നെ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെ ഹൈക്കോടതിയും ചോദിച്ചിരുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഇപ്പോൾ ക്രിയാത്മകമായ ചില ഇടപെടലൊക്കെ തന്നെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പരമാവധി വെള്ളം കൊടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നടത്തുകയും ചെയ്തത്. എന്തായാലും 400 ഉദ്യോഗസ്ഥരെ അതിനായി മാറ്റിവെക്കുന്ന നടപടിയൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭക്തജന തിരക്ക് വരും ദിവസങ്ങളിൽ തുടരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഇനി 12 വിളക്കിന് ശേഷം അങ്ങോട്ട് ഭക്തരുടെ ഒരു അണമുറിയാത്ത പ്രവാഹമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ നിയന്ത്രിക്കുന്നതിന് കൃത്യമായി അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന്, ഭക്ഷണം കൊടുക്കുന്നതിന്, വെള്ളം കൊടുക്കുന്നതിന് അതിനുള്ള ഒരു നടപടികൾ അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി ഭക്തർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. അരുൺ, അതോടൊപ്പം തന്നെ ഈ ദേവസ്വം ബോർഡ് പുണ്യം പൂങ്കാവനം പദ്ധതിക്ക് ബദലായി പ്രഖ്യാപിച്ച പവിത്രം ശബരിമല പദ്ധതി, ഇതൊക്കെ വെറും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എന്നുള്ളതാണ്. അതായത് ഈ മണ്ഡലകാല ആരംഭത്തിൽ തന്നെ തുടങ്ങി വെക്കേണ്ട പദ്ധതിയായിരുന്നു. പക്ഷേ ഇത്രയും ദിവസം പിന്നിടുന്നു, എന്നിട്ടും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നത് വലിയ ആക്ഷേപങ്ങൾക്ക് കാരണമാകുന്നുണ്ടല്ലോ. ഈ പവിത്രം ശബരിമല എന്നത് ദേവസ്വം ബോർഡ് ആവിഷ്കരിക്കുന്നത് പുണ്യം പൂങ്കാവനം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം പ്രശംസിച്ച ഒരു പദ്ധതിയാണ്. ശബരിമലയെ ബാല്യമുക്തമാക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ അവർ ആരംഭിച്ച ഒരു പദ്ധതി. അത് കേരള പോലീസാണ് അത് മുൻകൈ എടുത്തുകൊണ്ട് നടപ്പാക്കിയത്. വിവിധ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഗുരുസ്വാമിമാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അത് കൃത്യമായി ഒരു ഇടപെടൽ നടത്തി. ശബരിമലയിലേക്ക് ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം എന്നത് ഏറ്റവും ഒരു ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് പ്ലാസ്റ്റിക് ഇല്ലാത്ത ശബരിമല എന്നുള്ള ഏറ്റവും പവിത്രമായ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ അതിനിടയിൽ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങളുണ്ടായി. സാമ്പത്തിക ക്രമക്കേടുകളടക്കം അത് വലിയ ശ്രദ്ധയിലേക്ക് വിട്ടു. അതിനുശേഷമാണ് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നത്. ആ സമയത്ത് തന്നെയാണ് അതിന് ബദലായി തന്നെ കൃത്യമായി തന്നെ ഒരു പദ്ധതിയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോയത്. അതായത് ഈ ശബരിമല എപ്പോഴും പവിത്രമായി തന്നെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടെയായിരുന്നു ആ പദ്ധതി ആരംഭിച്ചത്. അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോപൻ ഇരുന്ന സമയത്താണ് അത്തരമൊരു പദ്ധതിയുമായി മുന്നോട്ട് പോയത്. പക്ഷേ ആ പദ്ധതിയിൽ എടുത്തു പറയേണ്ടത് വിവിധ ദേവസ്വം ബോർഡ് ജീവനക്കാർ അതോടൊപ്പം തന്നെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ അവരെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് എന്താണോ പുണ്യം പൂങ്കാവനം ചെയ്ത് അതേ രീതിയിലേക്കുള്ള ഒരു നടപടികളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ തവണ ഈ സീസൺ ആരംഭിച്ചിട്ട് ഈ പവിത്രൻ ശബരിമല എന്നുള്ള ഒരു പദ്ധതി കാണുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ തന്നെ കൃത്യമായി തന്നെ നടപ്പാക്കിയിരുന്നതാണ്. ശബരിമലയിൽ ഈ വിശുദ്ധി സേനകളെയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജനം അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ശബരിമലയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എണ്ണം അത് വലിയ പ്രതിസന്ധിയാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഒരു ക്യാമ്പയിൻ മോഡൽ അത് കൃത്യമായി തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശബരിമലയ്ക്കും അതോടൊപ്പം തന്നെ ഈ കാനന മേഖലയ്ക്കും ഒക്കെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അത് കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം തുടങ്ങി ആദ്യം ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ പവിത്ര
ശബരിമലയെ പറ്റി പോലും ഒരാൾ പോലും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും പദ്ധതി ഉപേക്ഷിച്ച നിലയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ശബരിമലയെ അത് പവിത്രമായി, ആ പേര് പോലെ തന്നെ പവിത്രമായി സംരക്ഷിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് കൃത്യമായി തന്നെ ഇടപെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അത് ഭാവിയിലേക്ക് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ കൃത്യമായി തന്നെ ഈ ശബരിമലയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ അത് കൃത്യമായി തന്നെ അത് മാറ്റി കൃത്യമായി തന്നെ ശബരിമലയെ ഏറ്റവും പവിത്രമായി തന്നെ പരിപാവനമായി തന്നെ പരിശുദ്ധമായി തന്നെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും ദേവസ്വം ബോർഡിന് മാറി നിൽക്കാൻ കഴിയില്ല. രാഖി.